ഹായ് ഫ്രണ്ട്സ്, മേക്ക് മൈ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി അറബിക് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്, മട്ടൻ മന്തി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടത് എന്തൊക്കെയാണെന്നും അതുപോലെ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും നമുക്ക് നോക്കിയാലോ. മന്തി ഉണ്ടാക്കാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ മട്ടനാണ്. അതൊരു മീഡിയം സൈസ് വലിപ്പത്തിൽ കട്ട് ചെയ്തേക്കുന്നതാണ്. പിന്നെ എടുത്തിരിക്കുന്നത് 4 കപ്പ് അരിയാണ്. അത് സെല്ല ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. സെല്ല ബസ്മതി കിട്ടുമെങ്കിൽ അത് തന്നെ എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നോർമൽ ബസ്മതി റൈസ് എടുക്കുക. ആദ്യം തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂണ് മല്ലിയും 1 ടേബിൾ സ്പൂണ് കുരുമുളകും കൂടി മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മട്ടൻ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് അരമുറി സവാളയും പിന്നെ 1 ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ നമ്മൾ ഓൾറെഡി പൊടിച്ച് വെച്ചിരിക്കുന്നതിൽ നിന്ന് പകുതിയോളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. പിന്നെ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. 1 കപ്പ് വെള്ളം വരെയും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ അരമുറി നാരങ്ങ നീര് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് മട്ടൻ്റെ നല്ലൊരു സ്റ്റോക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മട്ടൻ ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് മട്ടൻ്റെ നല്ലൊരു സ്റ്റോക്ക് കൂടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഞാൻ 1 കപ്പോളം സ്റ്റോക്ക് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. നമ്മളിത് മാറ്റി വയ്ക്കുന്ന ടൈമിൽ ശ്രദ്ധിക്കണം, നമ്മുടെ മട്ടനിൽ തീരെ വെള്ളം ഇല്ലാതെ ആവരുത്. അപ്പോൾ നമ്മുടെ മട്ടൻ കുക്കായി കഴിയുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ 1 കപ്പാണ് ഞാനിപ്പോൾ മാറ്റി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ അരി കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഏറ്റവും ആദ്യം സവാളയൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ആ ഫ്രൈ ചെയ്ത ഓയിലാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എപ്പോഴും സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ് നല്ലത്. ഇപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ ഗീയോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അരമുറി സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ റൈസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സവാള ചേർത്ത് കൊടുക്കുന്നത്. സവാള വേണമെന്നുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. സവാള ഒന്ന് വാടി വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. അരി ഞാനൊരു 10 മിനിറ്റ് ഇത് കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. അതിനായിട്ടാണ് ഇത് കുതിർത്താനായിട്ട് വെച്ചിരുന്നത്. പിന്നെ ഞാനിവിടെ ഇത് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ മന്തി ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെള്ളം കളയാറാണ് പതിവ്. പക്ഷേ കുറച്ചുകൂടെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇങ്ങനെ വറ്റിച്ചെടുക്കുമ്പോഴാണ്. ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അരി ഒരു 2 മിനിറ്റ് ഞാൻ ഓയിലിട്ട് ജസ്റ്റ് അതൊന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1 കപ്പ് അരിക്ക് 2 കപ്പ് എന്നുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 7 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതോടൊപ്പം നമ്മൾ 1 കപ്പ് മട്ടൻ്റെ സ്റ്റോക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ചേർത്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് ആവും. അതായത് ഞാൻ 4 കപ്പ് അരിയായിരുന്നു എടുത്തിരിക്കുന്നത്. അപ്പോൾ 8 കപ്പ് വെള്ളമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ആ ഒരു രീതിയിൽ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അരി വെന്ത് കുഴഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ചോറ് കിട്ടും. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളത്തിന് എത്ര ഉപ്പാണോ വേണ്ടത് ആ ഒരു രീതിയിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ കറക്റ്റായിട്ട് നമുക്ക് ചോറ് വെന്ത് കഴിയുമ്പോൾ ചോറിൽ ഉപ്പുണ്ടാവും. ആ ഒരു രീതിയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു മീഡിയം തീയിലിട്ട് കുക്ക് ചെയ്തെടുക്കുക. അരി ഒരു പകുതി വേവാവുന്ന ടൈമിൽ നമുക്കിതിലേക്ക് ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതിന് പകരം സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ അതായാലും ചേർക്കാം. അരി ഒട്ടും നമുക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യും അതുപോലെ തന്നെ നാരങ്ങാ നീരും ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് മീഡിയം തീയിൽ തന്നെ ഇട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചോറൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ല, ഒട്ടും തന്നെ ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. നന്നായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ സാധാരണ ബസ്മതി റൈസ് പോലെയല്ല സെല്ല ബസ്മതി റൈസ്. ഒരുപാടങ്ങ് വെന്ത് ഉടഞ്ഞു പോകത്തൊന്നുമില്ല. നമുക്ക് മന്തിയൊക്കെ റെഡിയാക്കാനായിട്ട് ഏറ്റവും നല്ല അരി ഇത് തന്നെയാണ്.
ഇനി നമുക്ക് മട്ടൺ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അരമുറി സവാള നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഓയിലിട്ട് ജസ്റ്റ് അതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് വഴന്ന് വരുമൊന്നും വേണ്ട, ജസ്റ്റ് ആ ഓയിലിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു അരമുറി തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ മന്തി ഉണ്ടാക്കുമ്പോൾ അതിൽ സവാളയും തക്കാളിയും ഒന്നും ചേർക്കാറില്ല. നമ്മളിത് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗ്രേവി നമുക്ക് ചോറിന് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇത് ചേർത്താൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ മട്ടൺ ചുമ്മാ വെള്ളം പറ്റിച്ചിട്ട് എടുത്താലും മതി. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഡ്രൈഡ് ലെമൺ ആണ്. അത് ഞാൻ 2ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന മല്ലിയും കുരുമുളകും അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഡ്രൈഡ് ലെമൺ എന്ന് പറയുന്നത് അറബ്സിൻ്റെ ഒരു മെയിൻ സ്പൈസസ് ആണ്. അവർ എല്ലാ മന്തികളിലും ഈ ഡ്രൈഡ് ലെമൺ ചേർക്കും. അതിൻ്റെ ആ ഒരു ടേസ്റ്റ്, നമ്മൾ ഒരു നാരങ്ങയാണ് ചേർക്കുന്നുള്ളെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് നമുക്ക് മുന്നോട്ട് നിൽക്കും. അത് കഴിക്കുമ്പോൾ തന്നെ നമുക്കറിയാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1.5 ടേബിൾ സ്പൂണ് അറബിക് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ അറബിക് മസാല എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നുള്ളത് നേരത്തെ ഒരു ചിക്കൻ മന്തിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ അതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുക. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മട്ടൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാല കിടന്ന് നമ്മുടെ മട്ടൺ ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴാണ് മട്ടണിലേക്കാണെങ്കിലും നല്ല മസാലയൊക്കെ നന്നായിട്ട് പിടിക്കത്തുള്ളൂ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ മട്ടൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ദം ചെയ്യാനായിട്ട് പാൻ വയ്ക്കാം. ഇപ്പം ഞാൻ ആദ്യം റൈസ് വേവിച്ച് അതിൽ തന്നെയാണ് ദം ചെയ്യുന്നത്. അപ്പോൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിരിക്കുന്ന മട്ടൻ്റെ മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ മട്ടൻ്റെ മസാലയ്ക്കകത്ത് ഒരുപാടങ്ങ് ഡ്രൈ ആയി പോകരുത്, അപ്പോൾ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ചൊരു ഗ്രേവിയൊക്കെ ഉണ്ടാവണം, എന്നാലാണ് നമുക്ക് പെർഫെക്റ്റായിട്ട് ദം ചെയ്ത് കിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചോറ് നമ്മൾ ചേർക്കുമ്പോൾ ഒറ്റ ലെയറായിട്ട് തന്നെ ചേർത്താൽ മതി. മന്തിക്ക് നമ്മൾ സാധാരണ അങ്ങനെയാണ്, ബിരിയാണി പോലെയല്ല, പല ലെയറായിട്ടല്ല, ഒറ്റ ലെയറായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ മസാലയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന മട്ടണിൽ നിന്ന് കുറച്ച് ഗ്രേവി ഞാൻ മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊരു 3/4 മണിക്കൂറോളം നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കണം. അപ്പോഴാണ് നമ്മുടെ അരി നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഈ സെല്ല ബസ്മതി റൈസ് നമ്മൾ എത്ര കുക്ക് ചെയ്താലും കുറച്ചൊന്ന് ഹാർഡായിരിക്കും. അരി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു 3/4 മണിക്കൂർ ദമ്മിൽ വെക്കുന്നത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 പച്ചമുളക് കൂടി, അധികം എരിവില്ലാത്ത പച്ചമുളക് ഇതുപോലെ ഇങ്ങനെ ചോറിലേക്ക് കുത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റും കിട്ടും. അതുപോലെ തന്നെ അത് കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മളുടെ ചോറിന് ഇങ്ങനെ ആവി വന്നു തുടങ്ങുന്ന ടൈമിൽ ഞാൻ അതിലേക്ക് കുറച്ച് കരി ഇതുപോലെ കത്തിച്ചിട്ട് ഞാൻ അതുകൂടി ചേർത്ത് വെക്കുന്നുണ്ട് അതിൻ്റെ മുകളിലേക്ക്. പിന്നെ ഞാൻ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂനട്ടും ബദാമുമാണ്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു സ്മോക്കി ആ ഒരു സ്മെല്ല് കിട്ടാനും ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചാർക്കോൾ കത്തിച്ച് നമ്മൾ വെക്കുന്നത്. അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് സ്മോക്ക് വരും. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 3/4 മണിക്കൂറോളം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഇത് തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്, ആ പച്ചമുളകിൻ്റെയും പിന്നെ അതുപോലെ തന്നെ ആ ഒരു സ്മോക്കി സ്മെല്ലും ഒക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം.
ഇത് മിക്സ് ചെയ്യുന്ന ടൈമിൽ മട്ടനും ചോറും എല്ലാം കൂടിയും കൂടിയിട്ട് മിക്സിയാണ് ചെയ്യുന്നത്. അപ്പം ബസ്മതി റൈസ് ആണെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് വേണം നമ്മൾ മിക്സ് ചെയ്യാനായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ പൊടിഞ്ഞു പോകും ചോറ്. ഇപ്പോൾ സെല്ല ആയത് കാരണം അത്ര പെട്ടെന്ന് അതങ്ങ് ഇതാവത്തില്ല, പൊടിഞ്ഞു പോവില്ല. ഇപ്പോൾ ഇതാ നമ്മുടെ മട്ടനൊക്കെ ആണെങ്കിലും വെള്ളമൊക്കെ വറ്റി നമ്മുടെ മന്തിയുടെ മട്ടൻ്റെ ആ ഒരു പരുവത്തിലായിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ മട്ടൻ മന്തി റെഡിയാക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിടാനായിട്ട് മറക്കരുത്. പിന്നെ മറ്റൊരു ദിവസം തന്നെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക്